നമസ്കാരം. കഴിഞ്ഞ ദിവസം പാലക്കാട് വാളയാറിലെ അട്ടപ്പള്ളത്ത് ഒരു അതിഥി തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വ്യാപകമാവുകയാണ്. എന്നാൽ ഇതിൻ്റെ ആധികാരികത സംബന്ധിച്ച് ഇനിയും നമുക്ക് വ്യക്തമായ യാതൊരു തെളിവുകളും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ദൃശ്യം വന്നിരുന്നു, ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒറീസയിൽ നടക്കുന്ന സംഭവമാണ് എന്നാണ് അതിൽ പറയുന്നത്. ഒരു കാറിലെത്തുന്ന സംഘപരിവാർ അനുഭാവികളെന്ന് കരുതപ്പെടുന്ന രണ്ടുപേരിറങ്ങി അവിടെ റോഡ് സൈഡിൽ കച്ചവടം നടത്തുകയായിരുന്ന ആളുകളോട് അവർ ഏത് നാട്ടുകാരാണ് എന്ന് ചോദിച്ചതിന് ശേഷം ഇവർ രാജസ്ഥാൻകാരാണെന്നവർ മറുപടി പറയുന്നു. തുടർന്ന് ഇത് ഹിന്ദുക്കൾക്കുള്ള സ്ഥലമാണ്, ഇവിടെ ക്രിസ്ത്യാനികൾക്ക് കച്ചവടം നടത്താനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് വല്ലാതെ അവരോട് ആക്രോശിക്കുന്നതും അവരോട് എത്രയും വേഗപ്പെടുന്ന സ്ഥാനങ്ങളെല്ലാം എടുത്തുകൊണ്ട് സ്ഥലം വിടാനും ഒക്കെ തന്നെ പറഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെടുന്നതും ബഹളം വയ്ക്കുന്നതുമൊക്കെ തന്നെ നമുക്ക് കാണാം. എന്നാൽ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ആധികാരികമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും യാതൊരു ഉറപ്പുമില്ല. കോൺഗ്രസിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു വീഡിയോ എന്നുള്ള നിലയിൽ ഇത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും തന്നെ അവർ ഇതിൽ വ്യക്തമാക്കിയിട്ടുമില്ല. സംഘപരിവാർ പ്രവർത്തകരെക്കുറിച്ച് പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ നേരത്തെയും വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാണുന്ന വീഡിയോയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഈ വീഡിയോ ഇട്ടിട്ടുള്ള ആളുകൾ തന്നെ ഒന്നും വ്യക്തമാക്കുന്നതുമില്ല. അവർ പറയുന്നത് ഇത് രാജ്യവ്യാപകമായി പല സ്ഥലങ്ങളിലും ഇപ്പോൾ സംഘപരിവാർ പ്രവർത്തകർ നടത്തുന്ന അക്രമ സംഭവങ്ങളാണ് എന്നാണ്. പാവങ്ങളോട് സംഖ്യകൾ ആക്രോശിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആവേശം കൊള്ളുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ട്. നാളെ കേരളത്തിലും സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്താം എന്നാണ് ഇതിൻ്റെ അടിക്കുറിപ്പായി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമായതോടുകൂടി ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റികൾ തയ്യാറാക്കുന്ന പല സാധനങ്ങളുമാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതെത്രത്തോളം വസ്തുതയുള്ളതാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് ആർക്കും തന്നെ അറിയാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ AI സംവിധാനങ്ങൾ ഉപയോഗിച്ചും അതല്ലെങ്കിൽ നേരത്തെ എന്നോ നടന്ന സംഭവം ചിത്രീകരിച്ച് കൈവശം വച്ചിരിക്കുന്നവരൊക്കെ തന്നെ പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതൊക്കെ തന്നെ ഇപ്പോൾ പതിവായിരിക്കുകയാണ്. മാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ വീഡിയോ ചെയ്തവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലായിരുന്നോ എന്നുള്ളതാണ്. കാരണം ഒഡീഷ എന്നാണ് പഴയ ഒറീസയുടെ പുതിയ പേര്. ഒരുപാട് വർഷങ്ങളായി ഒറീസ ഒഡീഷയായി മാറിയിട്ട്, പക്ഷേ ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്നത് ഒറീസയാണ് എന്നാണ്. ഇന്ത്യ ഹിന്ദു രാജ്യമാണ്, ക്രിസ്ത്യൻസ് ഇന്ത്യ പാടില്ല എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായി ആശയം പോലും വ്യക്തമാക്കുന്ന രീതിയിലല്ല ഇതിൽ അടിക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്, ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ സംശയകരമായി തന്നെയാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ നോക്കേണ്ടത്. മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു സംഘടനയുടെ സോഷ്യൽ മീഡിയ പേജാണെന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ കൊടുക്കുമ്പോൾ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് കൂടി അവർ വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് തങ്ങൾക്ക് ലഭിച്ചത്, എന്നാണ് ഈ സംഭവം നടന്നത്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ള ഒന്നും തന്നെ ഇല്ല. വെറുതെ ഈ വീഡിയോ ഹിന്ദിയിൽ ഉറക്കെ സംസാരിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, ഇവരെ ഓടിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യം മാത്രമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ കൂടി കടമയാണ് ഇത് എവിടെ നിന്ന് ലഭിച്ചത്, ഇതിനെക്കുറിച്ച് വ്യക്തമായി ഇത് ആരാണ് ചെയ്യുന്നത്, ഇവർ ഇവിടെ നിന്നാണ് വരുന്നത്, എന്ത് പ്രശ്നങ്ങളുണ്ട്, ഇവർ ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ ഒന്നും തന്നെ ഇതിലൊന്നും പറയുന്നില്ല. അവർ രാജസ്ഥാനിൽ നിന്ന് വരുന്നു എന്ന് മാത്രമാണ് ഈ ആളുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ആളുകളെ രാജസ്ഥാനിൽ ക്രിസ്ത്യാനികൾ തിങ്ങി പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു സംഭവത്തെ ഇത്തരത്തിൽ വീഡിയോയിലൂടെ വളച്ചൊടിച്ചാണ് സമൂഹ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഏതായാലും ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ആധികാരികതയെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ. കാരണം ഇതിലുള്ള ആശയപ്പിഴകൾ പോലും ആൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാണ്. ഒറീസയുടെ പേര് ഒഡീഷയായെന്നോ അതല്ലെങ്കിൽ ഇത് താഴെയുള്ള അടിക്കുറിപ്പിലെ ആശയ വ്യക്തത ഇല്ലായ്മയൊക്കെ തന്നെ ആളുകൾ വളരെ വേഗം കണ്ടുപിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കിതുപോലെയുള്ള ധാരാളം വീഡിയോകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം തിരഞ്ഞെടുപ്പാണ്, തിരഞ്ഞെടുപ്പിന് എന്തുമാകാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എത്തിയിരിക്കുന്നു.